ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. ഒരുപാട് ആവേശം കൊണ്ട് ഞെട്ടിച്ച, ഒപ്പം തന്നെ രസിപ്പിച്ച, ത്രില്ലടിപ്പിച്ച, മാസ് കൊണ്ട് ഞെട്ടിപ്പിച്ച, ക്ലാസ് കൊണ്ട് കറിയിപ്പിച്ച കഥാപാത്രങ്ങളെയും സിനിമകളെയും എല്ലാം തന്നെയാണല്ലോ ഈ 2024 വർഷം നാം കണ്ടത്. ഒരുപാട് വിജയ സിനിമകൾ മലയാളത്തിൽ പിറന്ന ഈ 2024 വർഷം പൂർത്തിയാക്കുമ്പോൾ ഇനി നാം എല്ലാവരും തന്നെ ഉറ്റുനോക്കുന്നത് 2025 സിനിമകളെ കുറിച്ചാണ്. ഒരുപാട് വലിയ സിനിമകൾ തിയേറ്ററുകളിലേക്ക് എത്തുന്ന ഒരു വർഷം തന്നെയാണ് 2025 എന്ന കാര്യത്തിൽ സംശയമൊന്നും തന്നെ വേണ്ട. ഈ ഒരു വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് ജനുവരി മാസം തിയേറ്ററുകളിലേക്ക് എത്തുന്ന വിവിധ ആഴ്ചകളിലെ സിനിമകളെ കുറിച്ചാണ്. അതിൽ ആദ്യത്തെ പ്രതീക്ഷ നൽകുന്ന സിനിമ ഈ ആഴ്ച അടുത്ത 2 ദിവസങ്ങൾക്കുള്ളിൽ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. ടൊവിനോ നായകനെ എത്തുന്ന ഐഡന്റിറ്റി എന്ന സിനിമയാണത്. ട്രെയിലർ, ടീസർ കണ്ടന്റുകൾ കൊണ്ട് തന്നെ ഒരു കിടിലൻ സിനിമയാകുമെന്ന് പ്രതീക്ഷ കൂടുതൽ പ്രേക്ഷകർക്ക് നൽകിയ സിനിമ ജനുവരി 2-ാം തീയതി മറ്റന്നാൾ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. ജനുവരി മാസം തിയേറ്ററുകളിലേക്ക് എത്തുന്ന രണ്ടാമത്തെ സിനിമ അത് ആസിഫ് അലി നായകനെ എത്തുന്ന രേഖാചിത്രം എന്ന സിനിമയാണ്. കിഷ്കിന്ദ കാണ്ഡം പോലൊരു വലിയ വിജയവും അതോടൊപ്പം തന്നെ 2024 തന്റെ മികച്ച വർഷമാക്കി മാറ്റിയ ആസിഫ് അലിക്ക് 2025 തുടക്കത്തിലും ഞെട്ടിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് രേഖാചിത്രത്തിന്റെ വീഡിയോ കണ്ടന്റിൽ നിന്ന് വ്യക്തമായിരിക്കുന്നത്. ജനുവരി 9-നാണ് രേഖാചിത്രം എന്ന ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ഡ്രാമ തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. മൂന്നാമത്തെ സിനിമ എന്ന് സ്വന്തം പുണ്യാളനാണ്. ജനുവരി 2-ാമത്തെ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തുന്ന അനശ്വര രാജന്റെ രണ്ടാമത്തെ സിനിമ കൂടിയാണ് എന്ന് സ്വന്തം പുണ്യാളൻ. ഒരു കോമഡി എന്റർടൈനർ സിനിമയുടെ വരാനിരിക്കുന്ന ചിത്രത്തിന്റെ ട്രെയിലറിനും നല്ല അഭിപ്രായങ്ങളാണ് വന്നിരിക്കുന്നത്. ജനുവരി 10-ാം തീയതി പുണ്യാളൻ തിയേറ്ററുകളിലേക്ക് എത്തുന്നതാണ്. ജനുവരി 16-ാം തീയതി തിയേറ്ററുകളിലേക്ക് എത്തുന്ന മലയാളം സിനിമ പ്രാവിൻകൂട് ഷാപ്പാണ്. സൗബിനും ഒപ്പം തന്നെ ബേസിലും മിന്നി നിൽക്കുന്ന സമയത്ത് തിയേറ്ററുകളിലേക്ക് എത്തുന്ന മലയാളം സിനിമ എന്നൊരു പ്രത്യേകത കൂടി പ്രാവിൻകൂട് ഷാപ്പിനുണ്ട്. സിനിമയുടെ ട്രെയിലറിനും നല്ല അഭിപ്രായങ്ങളാണ് ലഭ്യമായത്. കാത്തിരിക്കാം സിനിമയുടെ റിലീസിനായിട്ട്. ജനുവരി 23-ാം തീയതി തിയേറ്ററുകളിലേക്ക് എത്തുന്നത് ഒരു മെഗാസ്റ്റാർ സിനിമയാണ്. മമ്മൂട്ടിയെ നായകനാക്കി GVM സംവിധാനം ചെയ്യുന്ന ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് എന്ന സിനിമയാണത്. നേരത്തെ ടീസർ റിലീസ് ചെയ്ത സിനിമയുടെ തുടരെയുള്ള അപ്ഡേറ്റുകൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. കാത്തിരിക്കാം സിനിമയുടെ റിലീസിനായിട്ട്. ജനുവരി മാസത്തിലെ മറ്റൊരു ഹൈലൈറ്റ് റിലീസ് അത് ലാലേട്ടൻ സിനിമയുടേതാണ്. തുടരുമെന്ന സിനിമയാണത്. തരുൺ മൂർത്തി സംവിധാനം ചെയ്യുന്ന സിനിമ ജനുവരി 30-ാം തീയതി തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. ഒരു ഫാമിലി എന്റർടൈനർ സിനിമയായിട്ടാണ് ലാലേട്ടൻ ശോഭന കൂട്ടുകെട്ടിൽ തുടരും തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. അപ്പോൾ ആകെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഒരാഴ്ച വ്യത്യാസത്തിൽ നമ്മുടെ ലാലേട്ടനും ഒപ്പം തന്നെ മെഗാസ്റ്റാറും ക്ലാഷ് റിലീസിനായിട്ട് ഒരുങ്ങുന്നു എന്നാണ് നാം മനസ്സിലാക്കുന്നത്. ഇതിൽ ഡൊമിനിക് ഇനിയും റിലീസ് ചെയ്ത് ഉറപ്പിച്ചു എന്ന് പറയാനായിട്ട് കഴിയില്ലെങ്കിൽ പോലും റിലീസ് മാറ്റില്ല എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ആകെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ പുതുവർഷത്തിന്റെ 2025 ആദ്യ മാസം തന്നെ ലാലേട്ടൻ, മമ്മൂക്ക, സൗബിൻ, ബേസിൽ ഒപ്പം തന്നെ ടൊവിനോ, ആസിഫ് അലി സിനിമകൾ കൊണ്ട്, താര സിനിമകൾ കൊണ്ട് സമ്പന്നമാണ്. അപ്പോൾ കാത്തിരിക്കാം 2025 വർഷത്തിലെ സിനിമകൾക്കായിട്ട്.